മലപ്പുറം തിരൂർ സപ്ലൈകോ ഗോഡൌണിൽ നിന്ന് 2.25 കോടിയുടെ സാധനങ്ങൾ കാണാതായ സംഭവത്തിൽ സപ്ലൈകോ ഗോഡൌണിലെ ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. 8 ജീവനക്കാർക്കെതിരെയാണ് നടപടി. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സമീർ, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? വേണു, ഇന്ന് രാവിലെയാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തുവിടുന്നത്. തിരൂർ കടുങ്ങാത്തുകുണ്ടിൽ പ്രവർത്തിക്കുന്ന സപ്ലൈകോ NFSA ഗോഡൌണിൽ നിന്നാണ് 2,78 ലക്ഷം രൂപയുടെ ഭക്ഷ്യധാന്യങ്ങൾ കാണാതായിട്ടുള്ള വിവരം പുറത്തു വന്നൊരു സാഹചര്യം ഉണ്ടായത്. ഇതേ തുടർന്ന് ഡിപ്പോ മാനേജറുടെ പരാതിയിൽ കൽപ്പകഞ്ചേരി പോലീസ് ഇവിടുത്തെ 8 ജീവനക്കാർക്കെതിരെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് സപ്ലൈകോയിലെ 8 ജീവനക്കാർക്കെതിരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് നിലവിൽ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം നടന്ന സപ്ലൈകോയുടെ ഓഡിറ്റ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ 2,78 ലക്ഷം രൂപയുടെ ഭക്ഷ്യധാന്യങ്ങൾ കാണാനുള്ള പരാതി ഒപ്പം തന്നെ കണ്ടെത്തലും ഉണ്ടായത്. അതിന് പിന്നാലെ NFSA മാനേജർ ഒപ്പം തന്നെ കോഴിക്കോട് ജില്ലാ സപ്ലൈകോ ഓഫീസിലെ സീനിയർ സൂപ്രണ്ട് എന്നിവർ ചേർന്ന് വിവിധ പരിശോധനകൾ നടത്തി. ഇതിലെല്ലാം തന്നെ ഇവ കാണാതായുള്ള ഉറപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിന് പിന്നാലെയാണ് സപ്ലൈകോയുടെ ഡിപ്പോ മാനേജർ ദീപ കൽപ്പകഞ്ചേരി പോലീസിൽ പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഉദ്യോഗസ്ഥർക്ക് ഇതുമായി ബന്ധപ്പെട്ട് പങ്കുണ്ടെങ്കിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്നുള്ളതാണ് കൽപ്പകഞ്ചേരി പോലീസ് നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് താനൂർ DYSP VV ബെന്നിയാണ് അന്വേഷിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം സപ്ലൈകോ ഗോഡൌണിലെത്തി പരിശോധനയും എല്ലാം തന്നെ നടത്തിയിരുന്നു. ഏതായാലും കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 14,000-ഓളം ലോഡ് ഭക്ഷ്യധാന്യങ്ങളാണ് ഇവിടെ നിന്നും പല ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. 269ഓളം റേഷൻ കടയിലേക്കാണ് ഇത്തരത്തിൽ സാധനങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. ഇതിന് മറവിൽ ഏതെങ്കിലും തരത്തിലുള്ള കടത്തിക്കൊണ്ടുപോയതാണോ എന്നുള്ളതാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഒപ്പം തന്നെ ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്കും ഇതുമായി ബന്ധമുണ്ടോ എന്നുള്ളതും വിശദമായി തന്നെ പരിശോധിക്കാനാണ് പോലീസിന്റെ ഒപ്പം തന്നെ വകുപ്പ് തലത്തിലും നീക്കം. ശരി, സമീർ ബിൻ കരീമാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.